കേരളത്തിലെ BJP-കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങളെ തേച്ചൊട്ടിച്ചു. നിങ്ങൾ 2000 കിലോമീറ്ററും 20,000 കിലോമീറ്ററും യാത്ര ചെയ്യും. തൊട്ടടുത്തുള്ള 2 കിലോമീറ്ററിന് അപ്പുറത്ത് വരെ പോകേണ്ട 200 മീറ്ററിന് അപ്പുറത്തുള്ള ഹിന്ദുവിൻ്റെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എവിടെയായിരിക്കും? ശ്രീ വടയാർ സുനിലിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഭൗമഗോളത്തിൽ ജീവിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഹിന്ദു ആരായിരിക്കും? അത് സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് എന്തു പ്രായമുണ്ടാകും? ഏറിയാൽ ഒരു 100, 110, അതിനപ്പുറത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളതൊരു ചർച്ചയാക്കി മാറ്റുമായിരുന്നു. ഗിന്നസ് റെക്കോർഡുകളൊക്കെ അദ്ദേഹത്തെ തേടി വന്നേനെ. അപ്പോൾ ഒരു 100, 110 വയസ്സൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരിക്കും ഏറ്റവും പ്രായം കൂടിയ ഹിന്ദു. എത്രയായിരം വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദു എന്നുള്ളത്. എന്തെല്ലാം തിരിച്ചടികൾ അതിന് ലഭിച്ചു, എന്തെല്ലാം തരത്തിലുള്ള ശത്രുതയ്ക്ക് അത് പാത്രമായിട്ടുണ്ട്. അതിജീവിച്ചില്ലേ, ഇപ്പോഴും നിലകൊള്ളുന്നില്ലേ? അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഊർജം പോലെ തന്നെയാണ്, അതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഹിന്ദു ഏകീകരണം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ആവട്ടെ, കച്ചവട താല്പര്യത്തോടു കൂടി ആവട്ടെ, നിങ്ങളിങ്ങനെ ഹിന്ദുക്കളെ അങ്ങോട്ടേക്ക് ഒരുമിപ്പിച്ച് എന്തോ ഒരു വലിയ സംഭവമാക്കാൻ പോകുന്നു. അങ്ങനൊന്നും വേണ്ട. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഹിന്ദുക്കൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ആ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടുന്ന വളം അത് തീവ്രമത മൗലികവാദികളും എല്ലാവരും ചേർന്ന് തന്നോളും. സ്വാഭാവികമായി ഇത് വളർന്നോളും. അതല്ലാതെ കലാപങ്ങൾ സൃഷ്ടിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള വൈരം നിറയ്ക്കുകയോ ഒന്നും വേണ്ട. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഹിന്ദുക്കളെ ഒറ്റക്കെട്ടായി അവനവന്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ചില കച്ചവടങ്ങൾ നടക്കുമെന്നുള്ളത് സത്യമാണ്, അല്ലെ? തീർത്തും സാമ്പ്രദായിക അതല്ലെങ്കിൽ പക്ക പ്രൊഫഷണൽ മതങ്ങളുടെ രീതിയിലേക്ക് പാവപ്പെട്ട ഹൈന്ദവരെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്യാപ്റ്റനായും നായകനായും നാഥനായും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് സമ്പാദിക്കാം എന്ന് പറയുന്ന ബോധ്യത്തോടുകൂടി ഇപ്പോ ശ്രീ വടയാർ സുനിൽ ഇന്ത്യ ലൈവിലൊക്കെ തന്നെ ഈ ആത്മീയ വ്യാപാരികളെ കൊണ്ടുവന്ന് സാധു മനുഷ്യരുടെ ഭക്തിയെയും ദേശീയ ബുദ്ധിയെയും ഒക്കെ അവർ വസൂലാക്കുന്ന, ധനമാക്കി മാറ്റുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും കാലം അത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഹൈന്ദവർ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഹൈന്ദവ പറ്റ് പ്രകടിപ്പിക്കുന്ന കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം ഒരിക്കലും രാഷ്ട്രീയമായിട്ടല്ല ലഭിക്കുന്നത്. കുറച്ച് ആത്മീയ വ്യാപാരികളും ഈ ഹിന്ദുക്കളെ കുഞ്ഞാടുകളാക്കി മാറ്റി അതിന്റെ ഇടയനായി അതിൽ നിന്ന് ഈ ഹിന്ദുക്കളെ നാണ്യമൃഗങ്ങളാക്കി അതിൽ നിന്ന് സമ്പാദിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരും ദൈവകച്ചവടക്കാരും ഒക്കെയാണ് ഹിന്ദുക്കളിൽ ഉണർന്നു വരുന്ന ഒരു സംഘടിത ബോധത്തിന്റെ ഗുണഭോക്താക്കളായിട്ട് അവരാണ് മാറുന്നത്. വാസ്തവത്തിൽ അത് തെറ്റാണ്. ദേശീയ ബുദ്ധിയുള്ള ഹൈന്ദവർ ഇതുപോലുള്ള സംഘടനകളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ കുഞ്ഞാടുകളായി മാറി അതിന്റെ കൂടെ പ്രവർത്തിച്ച് ഹിന്ദു കോസ്റ്റുകളായി മതബാധിതരായിട്ടുള്ള മനുഷ്യരായി ഹൈന്ദവ സുഡാപ്പികളായി മാറുന്നത് തെറ്റാണ്. എന്നെക്കുറിച്ച് ഇപ്പോ കുറച്ചെങ്കിലും ഹിന്ദുക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു വലിയ തീവ്രവാദ സംഘടനയുടെ ഫണ്ടിങ്ങിന് ഇരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന്. ഇവരൊക്കെ ഈ ഹൈന്ദവ പറ്റ് പറയാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ദേശീയ ബുദ്ധിയോടുകൂടി ഇവിടെ സംസാരിച്ച ഞാനാണ്. എന്റെ വരവും പോക്കും ഒക്കെ തന്നെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഭാരത സർക്കാരിന് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരു രൂപ പോലും അനാവശ്യമായിട്ട് തെണ്ടാതെ അങ്ങനെ എടുത്തു പറയണം. എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഷ്ടപ്പാട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സമ്പത്ത് കൊണ്ടു നടക്കുന്ന ഒരാളല്ല, സമ്പാദിക്കുന്ന ഒരാളല്ല. എനിക്കൊരു അത്യാവശ്യം വന്നാൽ ഞാൻ എന്റെ സഹജീവികളോട് പറയും, മുത്തുപോങ്ങൻ സമ്പൂർണ്ണ ദരിദ്രനായി മാറിയിരിക്കുന്നു, ദാരിദ്ര്യ രേഖയുടെ താഴേക്ക് പോയിരിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കേണ്ടതുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ എനിക്ക് തരും. ഞാൻ രക്ഷപ്പെട്ടു പോകും. അത് പ്രകൃതി എനിക്ക് സമ്മാനിക്കുന്നതാണ്, നല്ല മനുഷ്യരിലൂടെ. എന്നെക്കാൾ സദ്ബുദ്ധിയുള്ള, എന്നെക്കാൾ എന്ന് പറയുമ്പോൾ ഞാൻ സദ്ബുദ്ധിയുള്ള ഒരാൾ എന്നുള്ള അർത്ഥം അതിനകത്ത് എടുക്കുകയേ ചെയ്യരുത്. തീർച്ചയായിട്ടും പ്രകൃതിയുടെ മുന്നിൽ ഞാൻ ഒരിക്കലും കെട്ട ഒരു മനുഷ്യനല്ല. സംസ്കൃതീകരിക്കപ്പെട്ട മനുഷ്യരുടെ കണ്ണിൽ ഞാൻ മോശപ്പെട്ട ഒരാളാണ്. ധാരാളം അസഭ്യ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സ്വന്തമായി അസഭ്യ പദങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷേ പ്രകൃതിയുടെ മുന്നിൽ പ്രകൃതിക്ക് മനസ്സുകൂടി വായിക്കാൻ കഴിയുമല്ലോ. മനുഷ്യർക്ക് നമ്മുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവരുടെ ബുദ്ധിയിലൂടെ മാത്രമേ നമ്മളെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതങ്ങനല്ല, പ്രകൃതിക്ക് അങ്ങനല്ല. അതുകൊണ്ട് ആ പ്രകൃതിയുടെ കണ്ണിൽ ഞാനൊരു മോശം മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ സജ്ജനങ്ങളായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് എന്നെ തീർച്ചയായിട്ടും ആവശ്യ സന്ദർഭങ്ങളിൽ, ഞാൻ എല്ലാ ദിവസവും തെണ്ടുന്ന ഒരാളല്ല രാവിലെ എഴുന്നേറ്റ്, പക്ഷേ തീർച്ചയായിട്ടും ഒരു ആവശ്യം വന്നാൽ ഒരു മടിയും കൂടാതെ ഞാൻ എൻ്റെ സഹജീവികൾക്ക് മുന്നിൽ എൻ്റെ ആവശ്യം പറയും. തുച്ഛമായ ആവശ്യങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ വരാറുള്ളൂ. എനിക്ക് വലിയ ലോണില്ല, അല്ലെങ്കിൽ EMI അങ്ങനെയുള്ള അടവുകളില്ല. എനിക്ക് മഹാരോഗങ്ങളൊന്നും പ്രകൃതിയുടെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് വലിയ കുടി മുതലായിട്ടുള്ള ദുശീലങ്ങളില്ല. വളരെ ചെറിയ ആവശ്യങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ
പറഞ്ഞു വന്നത് അത്രത്തോളം തെളിമയോടുകൂടി ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ പൂർണ്ണമായിട്ടും കെടുത്തിക്കളയില്ല. എന്നെ ഇവിടെ ഹിന്ദു വിരുദ്ധനും ദേശദ്രോഹിയുമാക്കി മാറ്റാൻ ദൈവ കച്ചവടക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. അത് ഈ പറയുന്ന ഇന്ത്യലൈവ് പോലുള്ള പ്രസ്ഥാനങ്ങളും തീർച്ചയായിട്ടും അത്തരക്കാരെ വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ ദൃശ്യത പകരുന്നുണ്ട്. അത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതും തെറ്റാണ്, ഇതും തെറ്റാണ്. BJPയും RSSും ഒക്കെ ഹൈന്ദവ പാർട്ടിയായിട്ട് ചുരുങ്ങണമെന്ന് പറയുന്ന ആ ഒരു ചിന്ത അത് എത്ര സദ്ബുദ്ധിയിൽ നിന്ന് സംഭവിച്ചതാണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും അത് ശരിയല്ല എന്ന് പറയുന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയാണ് BJP, ഭാരതീയ ഹിന്ദു ജനതാ പാർട്ടി അല്ല. അതുകൊണ്ട് തന്നെ അത് ഹിന്ദു പാർട്ടിയായിട്ട് അവരെ കാണണ്ട, ചുരുക്കണ്ട, അങ്ങനെ അവതരിപ്പിക്കണ്ട. പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രത്യേകമായ രീതിയിൽ എന്തെങ്കിലും ഹൈന്ദവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ, അത് ചെയ്തോട്ടെ. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ടല്ലോ, അല്ലെ? മുസ്ലിം ലീഗിന് മുസൽമാന്മാരായിട്ടുള്ള ആളുകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ ലോകം മുഴുവനുള്ള ഹിന്ദുക്കളുടെ കാര്യങ്ങൾ നോക്കിക്കോട്ടെ, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ BJPയും RSSും ഒക്കെ ഹൈന്ദവരെ ഏതോ നിലയിൽ ചതിച്ചു എന്ന സൂചന കൊടുക്കുന്നത് പോലെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നല്ലതല്ല. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. എല്ലാ മതസ്ഥർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാരതം എന്ന് പറയുന്ന ഒരു ദേശത്തിന്റെ സൗന്ദര്യവും നമ്മുടെ ധർമ്മബുദ്ധിയെ ന്യായീകരിക്കുന്നതും നീതീകരിക്കുന്നതുമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഓരോ ഹൈന്ദവരും വെച്ച് പുലർത്തുന്ന നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത്. അതിന് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന നിങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങൾ വേറെ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും അറിയാം അവരും ഹിന്ദുക്കളൊക്കെ തന്നെയാണ്. പേരുകൊണ്ടും പിന്നെ മറ്റേ രോമത്തിലും ലിംഗത്തിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ അവർ വരുത്തി വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവരും ഹിന്ദുക്കളല്ലേ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആണ്. അപ്പൊ അതുകൊണ്ട് ദേശീയ ബോധമുള്ള മനുഷ്യരുടെ എണ്ണം പെരുക്കിക്കൊണ്ടുവരിക, മതപരമായിട്ടല്ല, ജാതിപരമായിട്ടല്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും നമ്മൾ മനുഷ്യരെ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. ദേശീയ പറ്റുള്ള മനുഷ്യരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ദേശീയ ബുദ്ധിയുള്ള മനുഷ്യരെ ഇതര പാർട്ടികളിൽ നിന്ന് BJPക്കാരാക്കി അവരെ മാറ്റുക എന്ന് പറയുന്ന പരിശ്രമം അധികാരം നേടലിന്റെയും തേടലിന്റെയും ഒക്കെ ഭാഗമായിട്ട് BJPക്കാർ കൊണ്ടു നടക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഹിന്ദുക്കളെയല്ല അതിന് പിടിക്കേണ്ടത്. അധികാരം നേടാൻ ദേശീയ ബുദ്ധിയുള്ള മനുഷ്യരെയാണ് അവർ ആകർഷിക്കേണ്ടത്. അവരുടെ വിശ്വാസവും അവരുടെ സ്നേഹവും അവരുടെ അനുഭാവവും അവരുടെ പ്രിയവും ഒക്കെയാണ് BJP നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് BJP അരമനയിൽ പോകണം, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ കാണണം, എല്ലാവരുമായിട്ട് സഹകരിക്കണം, എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെടണം. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഹിന്ദുക്കളെ നാണ്യമൃഗങ്ങളാക്കി മാറ്റാൻ ആരൊക്കെ ശ്രമിക്കുന്നു അവരെയെല്ലാം മനുഷ്യർ തിരിച്ചറിയുകയും ചെയ്യണം. അത് BJPയും തിരിച്ചറിയണം, RSSും തിരിച്ചറിയണം, ഹൈന്ദവരും തിരിച്ചറിയണം. ഹൈന്ദവരെ നാണ്യമൃഗങ്ങളാക്കി മാറ്റാൻ വേണ്ടുന്ന പരിശ്രമം ആരൊക്കെ നടത്തിയാലും അത് തെറ്റ് തന്നെയാണ്. എന്തായാലും ഹിന്ദുക്കളോളം ഉപദ്രവം ഹിന്ദുക്കൾക്ക് ചെയ്യാൻ ഇതര മതസ്ഥർക്ക് സാധിക്കില്ല. അതൊന്ന് പ്രത്യേകം പോകാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഹൈന്ദവ ഏകീകരണം സാധ്യമാക്കണമെന്ന് ആവേശത്തോടെ പറയുന്ന മനുഷ്യർക്കൊക്കെ തന്നെ ഹിന്ദു ഒറ്റക്കെട്ടായി മാറിക്കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഗുണം തങ്ങൾക്ക് കൂടി ലഭിക്കും എന്ന് പറയുന്ന, പാണക്കാട് തങ്ങളല്ല, അങ്ങനെ തങ്ങൾക്ക് കൂടി ലഭിക്കും എന്ന് പറയുന്ന വിചാരത്തോടുകൂടി മനുഷ്യരെ സമീപിക്കുന്നവരാണ്. ആ ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. എനിക്ക് നഷ്ടഭയമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ദയവായി സുനിലേട്ടാ, നിങ്ങളൊന്നും ഇങ്ങനെ പറയരുത്. ഇങ്ങനല്ല ഹിന്ദു സമൂഹത്തെ അഭിസംബോധന ചെയ്യേണ്ടത്. BJPയെ കുറിച്ച് ഇങ്ങനല്ല ധരിക്കേണ്ടത്. RSSനെ കുറിച്ച് ഇങ്ങനല്ല വിശദീകരിക്കേണ്ടത്, മനസ്സിലാക്കിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ദയവായി ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാനോ മുസൽമാന്മാരാക്കാനോ നമ്മൾ ആരും ശ്രമിക്കരുത്. അവരവരായിട്ട് ജീവിച്ചോട്ടെ, അവർ സ്വതന്ത്രരായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, അവരുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തോട്ടെ. നമ്മൾ ഈ പറയുന്ന പക വർദ്ധിപ്പിച്ചു പോയാൽ തീർച്ചയായിട്ടും മാധ്യമ സ്ഥാപനങ്ങളുടെ സ്റ്റുഡിയോ മുറികളിൽ ഇരിക്കുന്നവർക്കും അതിസമ്പന്നരായിട്ടുള്ള ആളുകൾക്കുമൊന്നും രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആർക്കും ഒരു തരത്തിലുമുള്ള ദ്രോഹവും ദോഷവും നഷ്ടവും സംഭവിക്കില്ല. പാവപ്പെട്ട ഹിന്ദുക്കൾ, പാവപ്പെട്ട മുസൽമാന്മാർ, പാവപ്പെട്ട ക്രിസ്ത്യാനികൾ അവരാണ് പെട്ടുപോകുന്നത്. നമ്മളിങ്ങനെ തമ്മിലടിപ്പിച്ച് വൈര്യവും വെറുപ്പും അങ്ങനെ നിറച്ചു പോയി ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം അങ്ങോട്ടേക്ക് പൊട്ടിത്തെറിച്ച് സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാൻ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള കെട്ടുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്ന മനുഷ്യർ ഇല്ലാതായി പോകും, അല്ലേ? തമ്മിൽ തല്ലി ചത്താൽ നഷ്ടം അവരുടെ കുടുംബത്തിന് മാത്രമാണ്. തന്റെ അണികളിൽ നിന്ന് ഏതാനും പേർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു മതത്തിനും യാതൊരു ദോഷവുമില്ല, ഗുണമേ ഉള്ളൂ താനും, അല്ലേ? അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. എന്തിനും ഒരു പരിധിയുണ്ട്.
എന്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളും മുസൽമാന്മാരും ആക്കാൻ നോക്കരുത്. ഹിന്ദുക്കൾ അങ്ങനെ ആവുകയും ചെയ്യരുത്. ഹിന്ദു സ്വതന്ത്രനാണ്. ഹിന്ദുവാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും മാനുഷികമായ ഒരു ബുദ്ധിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യപ്പറ്റോടുകൂടി കൂടുതൽ മനുഷ്യരായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത്. നമ്മൾ മതസ്ഥരാവണ്ട, ഹിന്ദുക്കൾ മതസ്ഥരാവണ്ട, മതബാധിതരാവണ്ട. ദയവായിട്ട് നിങ്ങൾ അത്രയും ചുരുങ്ങി സംസാരിക്കരുത്. സുഡാപ്പികളെ നിങ്ങൾ എതിർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈന്ദവ സുഡാപ്പികളാവാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു ഹൈന്ദവ സുഡാപ്പിക്കും ഒട്ടകനാടൻ മതത്തിൽപ്പെട്ട സുഡാപ്പികളെ വിമർശിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് ഹൈന്ദവ സുഡാപ്പികളായി മാറിക്കൊണ്ട് സുഡാപ്പികളെ വിമർശിക്കുന്നത് ശരിയല്ല. ഹിന്ദുക്കളായിട്ട് ജീവിച്ച് ഹിന്ദുക്കളായി മരിച്ചോട്ടെ. അവരുടെ ഏതെങ്കിലും നിലയിലുള്ള നന്മ നിങ്ങളൊക്കെ കാക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് അവരെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവരെ ഒരുമാതിരി ഹിന്ദു മതത്തിന്റെ പടയാളികളും പോരാളികളുമാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ പിടിക്കുക. നിങ്ങൾ ദൈവ കച്ചവടക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുയായികളെ ഉണ്ടാക്കിയെടുത്തോളുക, നിങ്ങൾ സമ്പാദിച്ചോളുക. പക്ഷേ നിങ്ങളുടെ ഒരു സ്വാർത്ഥ ബുദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇന്നാട്ടിലെ പാവപ്പെട്ട നിരാലംബരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കാൻ നിൽക്കരുത്. അവരെ വേട്ടപ്പട്ടികൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കരുത്. കേട്ടോ? സ്നേഹം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ. നിങ്ങൾക്കെല്ലാം നല്ലത് വരുമ്പോൾ കൂട്ടത്തിൽ എനിക്കും എൻ്റെ പങ്ക് നന്മ ഇങ്ങ് പോന്നോട്ടെ. അതെല്ലാം നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം മതി. സ്നേഹം. ബോറാണ് ഈ ഒരു സംസാരം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഹിന്ദു 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 ഹിന്ദു. ഹിന്ദുക്കൾ വഞ്ചിക്കപ്പെടുന്നു, ഹിന്ദുക്കൾ അപമാനിക്കപ്പെടുന്നു. ഹിന്ദു നാമധാരികളോളം ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്ന കൂട്ടർ വേറെയില്ല കേട്ടോ. ഹിന്ദുക്കളെ മറ്റാരും ഇതുപോലെ നാണ്യമൃഗങ്ങളാക്കുന്നില്ല. അതാണ് സത്യം. ഞാൻ കൂടുതലൊന്നും തൽക്കാലം പറയുന്നില്ല. പിന്നെ കുറെ പേര് ഇപ്പോൾ ഇതിന്റെ പേരിൽ അങ്ങ് പിണങ്ങിപ്പോവും, കുറെ പേർ ചീത്ത വിളിക്കും. എന്ത് വന്നാലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞാൻ എന്തും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഏത് തരത്തിലുള്ള ഉപദ്രവവും ഞാൻ താങ്ങും. പക്ഷെ മനുഷ്യർ തമ്മിലടിപ്പിക്കരുത്. നല്ലത് നല്ലത് നല്ലത്. I just need a drink and then you know I'm feeling good. I ain't got no time for no enemies.